ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ മത്സരം നമ്മുടെ ഡൽഹി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ മാച്ച് നമ്പർ 29th ആണ്. അതുപോലെ തന്നെ മത്സരം നടക്കുന്ന April 13 കൃത്യം 7:30 അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നാളെ വിഷു ആയതുകൊണ്ട് ചെറുതായിട്ടൊരു കൈനീട്ടം പോലെ ഒരു ഗീവ് നടത്തിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നടത്താം. അപ്പോൾ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഡൽഹിയിൽ, അതായത് നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് മാച്ച് നടക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി തന്നെയാണ് മത്സരം. 7:30 ഈ ഒരു വെന്യൂവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഗീവ് അവേയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ബിഗ് ബൗണ്ടറീസാണ്. പേസസ് ഡോമിനേറ്റ് ചെയ്യുക, വലിയ ബൗണ്ടറീസ് ആയതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി ബൗൺസൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാച്ച് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഏകദേശം കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ള 389 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സും 208 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആവറേജ് സ്കോർ എന്ന് പറഞ്ഞാൽ 170 റൺസ് എബോവ് ആണ്. 46% ഈ ഒരു 46% മാച്ചസ് ഇങ്ങനെയാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ 46% ആൾക്കാരും ചേസിങ് ചൂസ് ചെയ്ത ടീമാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. ഓക്കെ, ടോസ് ഭയങ്കര ക്രൂഷ്യലാണ് ഈ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ആർക്കാണ് ടോസ് കിട്ടുന്നത് അവർ കൂടുതലും ചേസിങ് ചൂസ് ചെയ്യത്തുള്ളൂ. ചേസിങ് ചൂസ് ചെയ്താണ് കൂടുതൽ ഇവിടെ വിൻ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഓക്കെ, അത്രയേ ഉള്ളൂ. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം 150 190, ഏകദേശം 20-23 മത്സരങ്ങളിൽ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. ഏകദേശം 190 വരെ, മേ ബി അതിനപ്പുറം പോകാനും ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിച്ചിൻ്റെ ബൗണ്ടറീസ് ലെങ്ത് ആയതുകൊണ്ട് ഇപ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സ് ഒന്ന് ബൗൾ എറിയുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മുടെ മുംബൈ ഇന്ത്യൻസിൽ ബോൾട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബൂംറ, ദെൻ ഹർദിക് പാണ്ഡ്യ, ഈ 3 ഫാസ്റ്റ് ബൗളേഴ്സും നല്ല രീതിക്ക് ബൗൺസ് എറിയുന്ന ആൾക്കാരാണ്. സോ ഇവരുടെ ഇവർ എറിയുന്ന സമയത്ത് കൂടുതൽ വിക്കറ്റ് പോകാനുള്ള ചാൻസസും ഉണ്ട്. എസ്പെഷ്യലി ഹൈറ്റ് കുറഞ്ഞ ഓപ്പോസിറ്റ് ബാറ്റ്സ്മാൻമാർ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും പെട്ടെന്ന് അടിച്ച സിക്സ് പോകാതെ ക്യാച്ച് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡുപ്ലിസി കയറി വന്നതിന് മേ ബി ഔട്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതേസമയം അസ്തർ പട്ടേലോ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കൊക്കെയാണെങ്കിൽ അവർ ഓൾറെഡി ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകാനുള്ള ചാൻസില്ല, പക്ഷേ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ബൗൺസ് വന്നതിന് മേ ബി ഔട്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നത്. 170 റൺസിന് എബോവ് പ്രതീക്ഷിക്കാം. ടോസ് ആർക്കാണ് കിട്ടുന്നത് ആ ടോസ് ബൗളിംഗ് ആയിരിക്കും ചൂസ് ചെയ്യുക. ആ ടീമായിരിക്കും കൂടുതൽ വിന്നാവാനുള്ള പോസിബിലിറ്റീസ്. ഉറപ്പിച്ച് പറയുന്നില്ല, കൂടുതൽ വിന്നാവാനുള്ള പോസിബിലിറ്റീസ് എന്ന് മാത്രമാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞൊരു കിഡിലൻ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്ന് വെച്ചു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഡ്യോ ഓപ്ഷൻ എടുത്തതിന് 5 പ്ലേയേഴ്സ് ഉണ്ട്. അതിൽ ആരായിരിക്കും നന്നായി കളിക്കുക എന്നാണ് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചിരിക്കുന്നത്. ഈശാൻ കിഷൻ ഉണ്ട്, സിമ്രാൻ സിംഗ് ഉണ്ട്, PR ശർമ്മയുണ്ട്, അഭിഷേക് ശർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരാ തോന്നുന്നത്? ശ്രേയസ് അയ്യറാണ്. ഓക്കെ, ശ്രേയസ് അയ്യറുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി. അപ്പോൾ ഓപ്പോസിറ്റ് വേറൊരാളാണ്, അഭിഷേക് ശർമ്മയാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ശ്രേയസ് അയ്യർ അഭിഷേക് ശർമ്മയെക്കാളും കൂടുതൽ പോയിന്റ് എടുത്താൽ നമുക്ക് വിന്നാൻ പറ്റും. ഇത്രയുള്ള ക്യാപ്റ്റനില്ല, VC ഇല്ല, ഒരു ടീമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഓപ്പോണൻറ്റിനെ കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ ടീം ഈ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്ത് വിന്നാവാൻ പറ്റും. സോ കിഡിലൻ ആപ്പല്ലേ, ട്രൈ ചെയ്യുക. ദെൻ ഡ്യോ പ്രോ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 സെറ്റ് ഓഫ് പെയേഴ്സ് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് മുകളിലെ സെറ്റ് ഓഫ് പെയറിൽ നമുക്ക് ശ്രേയസ് അയ്യറിനെ വേണ്ടത്. സോ അതുപോലെ ഈ ഒരു സെറ്റ് ഓഫ് പെയറിൽ ആരെ വേണ്ടേ അയാളെ കൂടെ ചൂസ് ചെയ്തു. അപ്പോൾ പാറ്റ് കുമിൻസും ശ്രേയസ് അയ്യറാണ് എനിക്ക് വേണ്ടത്. എത്രയേ ഉള്ളൂ, ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഇതുപോലെ വേറൊരു പെയറായിട്ട് വേറെ ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യും. സോ അപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ആളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത്. ഈ 2 പേരുടെ പോയിന്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എത്ര പോയിന്റ് ആയി നോക്കുക. അങ്ങനെ ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ഫീച്ചറാണ് ഡ്യോ പ്രോ. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ സ്പോട്ടിൽ 100 രൂപ ക്യാഷ് ബോണസ് ഇട്ട് അത് വെച്ച് കളിക്കാനും പറ്റും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ലിങ്ക് കിട്ടും കേട്ടോ. ദെൻ നമ്മുടെ ചോയ്സ് 11 പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സ് ഉണ്ടാകും. നമ്മൾ ആ കുബേരെ കാണിച്ചു തന്നെ ആ സെയിം സംഭവം തന്നെ. ഇതിൽ 5 പ്ലേയേഴ്സ് ഉണ്ട്. ആരാ നന്നായി കളിക്കുക അത്രേ ഉള്ളൂ. സായി സുദർശനാണോ, നിക്കോളസ് പൂർണ്ണാണോ, ഗില്ലാണോ, മാർച്ചാണോ, ആരാണോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യുക. അങ്ങനെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ ഫീച്ചറാണ് ഈ ഒരു ആപ്ലിക്കേഷനിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടപ്പെടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മൈ മാസ്റ്റർ 11 നിങ്ങളൊരു ടീം ഇട്ട് ക്യാഷ് ഏൺ ചെയ്യാനാണ് നോക്കണമെന്ന് വെച്ചാൽ നല്ല കിഡിലൻ
ഓഫേഴ്സും ഡെപ്പോസിറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 1000 രൂപയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5% റിയൽ ക്യാഷ് കിട്ടും. 5% എന്ന് പറഞ്ഞാൽ 1000 രൂപ, 5% എന്ന് പറഞ്ഞാൽ 50 രൂപ. 50 രൂപ വെറുതെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ ക്യാഷ് ആഡ് ചെയ്യണേ. സോ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആപ്ലിക്കേഷനാണ്. സോ എന്തായാലും മൈ മാസ്റ്റർ 11 ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടക്കുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് നല്ല ഈ പറഞ്ഞ പോലെ ടീമിട്ട് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യണം, കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള ആപ്പൊക്കെയാണ് നോക്കുന്നത് വെച്ചാൽ നമ്മുടെ Focus 11 X 11 ഒക്കെ നിങ്ങൾക്ക് പറ്റിയ ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. കാരണം കോമ്പറ്റീഷൻ കുറവാണ്. ഡ്രീം 11 യൂസേഴ്സിനെ പോലെയൊന്നുമല്ല. അതായത് ഡ്രീം 11 യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ച് പരിചയമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ കിട്ടിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനിലും GSTയും TDSും ഇല്ല. ദെൻ വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് തന്നെ നമ്മൾ ഉടൻ തന്നെ അത് പരിഹാരവും ചെയ്തു തരും നമ്മുടെ റെഫറലാണെങ്കിൽ. സോ ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാൻ നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസത്തെ കീ പ്ലേയേഴ്സിനെയും അവരുടെ സ്ട്രാറ്റജീസുമാണ് നമ്മൾ പറയുന്നത്. ടോപ്പ് പ്ലേയേഴ്സായിട്ട് പറയാനുള്ളത് KL രാഹുലാണ്. ഓൺ ഫയർ ആണ്. റീസെൻറ്റ് സ്കോർസ് നോക്കുന്ന സമയത്ത് 93, 77, 42 നല്ല റൺസാണ്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് അദ്ദേഹത്തിന് 950 റൺസിൻ്റെ അദ്ദേഹം എടുത്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസായിട്ട്. അതിൽ തന്നെ 2 സെഞ്ചുറി എടുത്തിട്ടുണ്ട് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസായിട്ട്. ഫാഫ് ഡുപ്ലിസി എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസായിട്ട് 562 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് കുറച്ച് കൺസിസ്റ്റൻസി കുറവുണ്ട്, ബട്ട് എന്നാലും നല്ലൊരു പ്ലെയർ തന്നെയാണ്. അഭിഷേക് പോരൽ അദ്ദേഹം 222 റൺസാണ് എടുത്തിട്ടുള്ളത്. 44 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട് ഈ ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ നല്ല രീതിയിൽ റൺസ് എടുക്കാൻ ചാൻസുള്ള ഒരു വെറൈറ്റി പിക്ക്, അതായത് കൂടുതൽ ആരും ചൂസ് ചെയ്യാത്ത ഒരു റിസ്ക് ഫാക്ടറുള്ള ഒരു പിക്ക് കൂടെയാണ് അദ്ദേഹം. മിഡിൽ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ സമയത്ത് നമ്മുടെ ട്രിസ്റ്റൻ സ്റ്റബ്സ് 91 റൺസാണ് ആവറേജ് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 2 ഇന്നിങ്സ് കളിച്ച് 119 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ A ശർമ്മയാണ്. വൈൽഡ് കാർഡ് ചില മത്സരങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റിയിടും. ലാസ്റ്റ് 2 മത്സരങ്ങൾ 66, 47 റൺസൊക്കെ എടുത്തത്. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പേസ് ബൗളേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ ഡൽഹിയിൽ മിച്ചൽ സ്റ്റാർക്ക് 5 വിക്കറ്റ് ലാസ്റ്റ് മത്സരം, അതിന് മുന്നേ 3 വിക്കറ്റ്, അതിന് മുന്നേ 3 വിക്കറ്റ്, നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. മോഹിത് ശർമ്മയാണെങ്കിലും 33 വിക്കറ്റ് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡൽഹിയിൽ മിച്ചൽ സ്റ്റാർക്കിനെ സൂക്ഷിക്കണം, കാരണം ബൗൺസ് വരുന്നതുകൊണ്ട്. രോഹിത് ശർമ്മ, പിന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹൈറ്റ് ഉണ്ട്, പക്ഷേ മേ ബി സൂര്യകുമാർ ഒക്കെ ഔട്ടാകാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സാണ് നമ്മുടെ സ്റ്റാർക്ക് വരുന്ന സമയത്ത്. ദെൻ കുൽദീപ് യാദവ് 17 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലോ ട്രാക്ക് ആവുന്ന സമയത്ത് സ്പിന്നിൽ അദ്ദേഹം കൂടുതൽ വിക്കറ്റ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ബൂംറ ബോളറിന് തന്നെ മേ ബി രാഹുലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റബ്സൊക്കെ പെട്ടെന്ന് ഔട്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അവർ തമ്മിലുള്ള റെക്കോർഡ്സും ഡിസ്പാൻഡിൽസും അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മുംബൈ ഇന്ത്യൻസിൻ്റെ കീ പ്ലെയേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ബൗളിംഗ് ആണ് ആദ്യം നോക്കുന്നത്. ജാസ്പ്രീത് ബൂംറ ലാസ്റ്റ് 6 വിക്കറ്റ്, 5 വിക്കറ്റ്, 4 വിക്കറ്റൊക്കെയാണ് റീസെൻ്റ്ലി പോയിരിക്കുന്നത് മുന്നത്തെ കേട്ടോ. അപ്പോൾ 26 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് DC ആയിട്ട് അദ്ദേഹം നേരിടുന്നത്. അതുപോലെ തന്നെ രാഹുലിനെ ഒക്കെ വിക്കറ്റ് കൂടുതൽ എടുത്ത ഒരു പ്ലെയർ കൂടിയാണ്. ട്രെൻറ്റ് ബോൾട്ടാണ്. അദ്ദേഹം 15 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് DC ആയിട്ട് എടുത്തിട്ടുള്ളത്. സ്വിംഗ് മാസ്റ്ററാണ്. പവർ പ്ലേസിൽ കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. ഹർദിക് പാണ്ഡ്യ 5 വിക്കറ്റ്, 2 വിക്കറ്റൊക്കെയാണ് റീസെൻറ്റ് ഗെയിംസിൽ. അതുപോലെ തന്നെ ഓൾറൗണ്ടറാണ്. അതാണ് അവരുടെ ഒരു ത്രെട്ട്. പിന്നെ ബാറ്റിങ്ങിൽ നോക്കുന്ന സമയത്ത് സൂര്യകുമാർ യാദവാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അത്യാവശ്യം പെർഫോം ചെയ്യേണ്ടത്. ലാസ്റ്റ് മത്സരം 28 റൺസ്, അതിന് മുന്നേ 67, അതിന് മുന്നേ 48 റൺസൊക്കെയാണ്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് DC ആയിട്ടുള്ള ആവറേജ് ഭയങ്കര കുറവാണ്, 21 ഉള്ളൂ. ഹർദിക് പാണ്ഡ്യ ലാസ്റ്റ് മത്സരം 42 റൺസും 2 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ക്ലച്ച് ഓഫ് പെർഫോമറാണ്. അതിന് മുന്നത്തെ മത്സരം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. തിലക് വർമ്മയാണെങ്കിൽ 153 റൺസ് അഗെയിൻസ്റ്റ് DC ആയിട്ട് നേടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വീക്ക്നെസ് ആയിട്ട് രോഹിത് ശർമ്മയുടെ ഫോം ഔട്ട് അല്ലായ്മയാണ് പറയുന്നത്. മുംബൈയുടെ മിഡിൽ ഓർഡറിൽ 2-3 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മുംബൈ റൺസ് അധികം സ്കോർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 19 മത്സരങ്ങൾ നേടിയിട്ടുണ്ട് കേട്ടോ മുംബൈ ഇന്ത്യൻസ്. 16 നമ്മുടെ ഡൽഹിയാണ് വിൻ ചെയ്തിട്ടുള്ളത്. കീ ബാറ്റിൽസ് നമ്മുടെ നോക്കുകയാണെങ്കിൽ ബൂംറ വേഴ്സസ് രാഹുൽ കൂടുതൽ ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർക്ക് വേഴ്സസ് രോഹിത് കൂടുതൽ ഔട്ടാവാൻ ചാൻസ് ഉണ്ട്. ഹർദിക് വേഴ്സസ് DC ഡെത്ത് ബോളിംഗ് ചെയ്യുന്ന നമ്മുടെ മോഹിത് ശർമ്മ, ദെൻ അതുപോലെ മിച്ചൽ സ്റ്റാർക്കൊക്കെ കുറച്ച് ഡേഞ്ചറാണ്. ദെൻ അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് സിമ്പിൾ വീഡിയോ ആണ്, കാരണം നമ്മൾ 2 മാച്ച് ആയതുകൊണ്ട് കൂടുതലായ ഒരു വീഡിയോ ആരും ഫോക്കസ് ചെയ്യില്ല, അതുകൊണ്ടാണ്. സോ ഗീവ് അവേ ഡീറ്റെയിൽസും കാര്യങ്ങൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ടീം ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ KL രാഹുൽ, റിക്കിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. മിച്ചൽ സ്റ്റാർക്ക്, ജാസ്പ്രീത് ബൂംറ, അതുപോലെ തന്നെ ദീപക് ചഹാറിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ, വിൽ ജാക്സ്,
ദെൻ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അത് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത്ര മതി. അതുപോലെ നമ്മുടെ അസ്തർ പട്ടേലിനെ നമുക്ക് എന്തായാലും എടുക്കാം കേട്ടോ. ട്രെൻ ബോൾട്ട്. ക്യാപ്റ്റൻ VC നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി ഞാൻ ഒബ്വിയസ്ലി ഹർദിക് പാണ്ഡ്യ കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി തൽക്കാലം ഞാൻ റിക്കൽ തന്നെ കൊടുക്കുന്നത്. ഡ്യുവൽ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ KL രാഹുലിനെ കൊടുക്കാം. ടീമും നോക്കാം. KL രാഹുൽ, റിക്കൽട്ടൺ, അതുപോലെ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അസ്തർ പട്ടേൽ, ഹർദിക് പാണ്ഡ്യ, വിൽ ജാക്സ്, അതുപോലെ ട്രെൻ ബോൾട്ട്, മിച്ചൽ സ്റ്റാർക്ക്, ജാസ്പ്രീത് ബുംറ, ദീപക് ചഹർ, ഇത്രയും പേരുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ഫൈനൽ ടീംസും കാര്യങ്ങളാണ് ടെലിഗ്രാമിൽ ഇടും. കൂടുതൽ മുംബൈ ഇന്ത്യൻസ് വിന്നാനുള്ള പോസിബിലിറ്റിയാണ്. കൂടുതൽ മുംബൈക്ക് സപ്പോർട്ടായിട്ടിടുക. അതുപോലെ തന്നെ ടോസ് ഇവിടെ ഒരു മെയിൻ ഘടകമാണ്. ടോസ് ആർക്കാണ് കിട്ടുന്നത് അവർക്ക് അഡ്വാൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിന്നിങ് ചാൻസസ് കൂടും. സോ ഗൈസ്, വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളായിട്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.